ശ്രീ ജയറാമിനെ ഒരിക്കൽ കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ്. സ്റ്റേജിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ജയറാമിന് അറിയാമോ? ഇല്ല. ഓഡിയൻസിന് അറിയില്ല, എനിക്കും അറിയില്ല. സത്യം പറഞ്ഞാൽ ജയറാം മിമിക്സ് പരേഡ് വേദിയിൽ നിന്ന് കലാബിൽ നിന്ന് സിനിമാ വേദിയിലെത്തി. ജയറാം പല വേദികളിൽ മിമിക്രി മാത്രമല്ല ഡാൻസ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല സ്റ്റേജിലും പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? അതുപോലെ ഈ അടുത്ത് എറണാകുളത്ത് വെച്ച് തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഇൻ്റർനാഷണൽ മാജിക് കൺവെൻഷനിൽ അരമണിക്കൂർ നേരം ജയറാം മാജിക് ഷോ അവതരിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഏകദേശം 8-10 വർഷം റിഹേഴ്സൽ ചെയ്ത് ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് പഞ്ചാരി മേളം. ഈ അടുത്ത് 100 വിദഗ്ധരായ തായമ്പ വിദഗ്ധരും എല്ലാവരും ചേർന്ന് വാദ്യോപകരണങ്ങളോടി ജയറാം ഒരു പഞ്ചാരി മേളം നടത്തുകയുണ്ടായി. അങ്ങനെ നിരവധി കലകൾ ജയറാം സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാ? ഇവിടെ പറയാൻ കാരണം സിംഗപ്പൂർ മലയാളികൾക്ക് വേണ്ടി ഇതിലേതെങ്കിലും ഒരു പ്രോഗ്രാം ജയറാം അവതരിപ്പിക്കണം എന്ന് പറയാനാണ്. മാത്രമല്ല ജയറാം നല്ലൊരു ആനക്കമ്പക്കാരനും കൂടെയാണ്, ഒരു ആനക്കാരനാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ആന കൂടെയുണ്ട്. ജയറാം ആനക്കാരനോ? അല്ല, ആനയോടൊരു കമ്പം ഉണ്ടല്ലോ. അതെ, അതിവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, എന്തെങ്കിലും ഒരു ആനപ്പാപ്പാനാണല്ലോ. എന്തായിരിക്കും മനസ്സിലായി? ആന ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും പ്രോഗ്രാം കാണിക്കാനാ? അല്ല, അങ്ങനെയല്ല. അതുമായി ഇപ്പൊ നാട്ടിൽ നിന്ന് ആനയെ കൊണ്ടുവരാൻ പറ്റില്ലോ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വന്നത്. അല്ല, എന്തെങ്കിലും ഒരു മാജിക് ഷോ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെ പറ്റും പ്രസാദ്? മാജിക് ഷോ അത് അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. ഇപ്പൊ ചെണ്ട കൊട്ടെന്ന് പറഞ്ഞ് 10-60-70 പേരില്ലേ? എന്നാ ഒരു ചെണ്ട നമുക്ക് അറേഞ്ച് ചെയ്യുന്ന ചെറിയൊരു തായമ്പൊക്കെ നടത്താൻ പറ്റില്ല. എന്നാ പണ്ട് ജയറാം കലാഭവൻ വേദികളിൽ ഏറ്റവും കൂടുതൽ കൈഡി കിട്ടിയിരുന്നത് ശ്രീ പ്രേംനസീറിനെ അനുകരിക്കുമ്പോഴായിരുന്നു. ശ്രീ പ്രേംനസീറിനെ ഒന്ന് ജയറാം ജനങ്ങൾക്ക് വേണ്ടി ജയറാം അവതരിപ്പിക്കുന്നത് പ്രേംനസീറിനെയാണ്. പ്രേംനസീർ ഇപ്പോൾ ഈ വേദിയിൽ വന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്താൽ എങ്ങനെയായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ജയറാം ഒന്ന് അവതരിപ്പിക്കണം. എൻ്റെ സ്വാതന്ത്ര്യം എടുത്ത് ഞാനങ്ങ് പറയും. പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, നിങ്ങളെ എല്ലാം കൂടി കാണുമ്പോൾ സത്യത്തിൽ ഞാൻ കോരിത്തിരിച്ചു പോവുകയാണ്. മലയാള സിനിമയിൽ ഒരു കാമുകനായും വക്കീലായും കോളേജ് കുമാരനായും IPC ഓഫീസറായും വരെ വേഷം കിട്ടിയിട്ടുള്ള എനിക്ക് ഒരു ഉദ്ഘാടകൻ്റെ വേഷം കെട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നെനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഇന്നത്തെ ഈ സായാഹ്നം എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എന്നെന്നും പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു മഹാസംഭവമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അതുപോലെ തന്നെ ജയറാം വളരെയധികം കയ്യടി വാങ്ങിച്ച മറ്റൊരു താരമാണ് ശ്രീ MG സോമൻ. MG സോമനെ കൂടെ ഒന്ന് അവതരിപ്പിച്ചിട്ട്. ഹലോ. എന്നെ മനസ്സിലായില്ലയോ? സോമൻ. നാട്ടുകാർ വിളിക്കുന്ന പേര് MG സോമൻ. മോളെ, നിന്നെ എന്തെങ്കിലും സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മോഹം. ഇന്ന് ഞാനൊരു പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ട് നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. നിനക്കെന്നെ സ്വീകരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയണം. അതെൻ്റെ ഒരു വാശി കൂടെ. ഇന്ന് ഞാൻ പോട്ടോ? താങ്ക് യു. മലയാളത്തിന്റെ സ്വഭാവനരൻ ശ്രീ ലാലു അലക്സ്. ലാസ്റ്റ്. ഹലോ. പേഴ്സണലായിട്ട് പറയുക അല്ലെങ്കിൽ വേണ്ട. കുറേ കാലമായി പേഴ്സണലായിട്ട് പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം. ഇടയിൽ ലൂസി, നീ എൻ്റെ അമ്മച്ചിയെ തല്ലിയല്ലേ? എനിക്ക് തിരിച്ചു തല്ലാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഈ സ്വത്തുക്കളും സാമ്രാജ്യമൊന്നും കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോകുകയല്ല പെണ്ണിൻ്റെ അപ്പ. എന്നാ ഞാൻ പോട്ടോ? അമ്മച്ചി. താങ്ക് യു. മിമിക്രി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അല്ലല്ല, താങ്ക് യു. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. ഞാനും പ്രസാദും ഒക്കെ കലാഭവൻ്റെ സ്റ്റേജിലൂടെ വളരെ ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് വേദികൾ ഒരുമിച്ച് ഞങ്ങൾ എത്രയോ സ്റ്റേജിൽ എത്രയോ വർഷങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ അതിനു മുമ്പ് കലാഭവനിൽ വരുന്നതിന് മുമ്പ് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടക്കുമ്പോൾ ഞാനൊരു കാഴ്ചക്കാരനായി വളരെ അത്ഭുതത്തോടു കൂടി എറണാകുളത്ത് നോക്കിയിരുന്നിട്ടുണ്ട്. പ്രസാദ് അന്നൊരു ഐറ്റം കാണിക്കുമായിരുന്നു. ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ഒരു ട്രailer അന്ന് കാണിക്കുമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിനാണ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടിയത്.
അന്ന് ഒരു ശബ്ദങ്ങളുടെ ഇതില്ലാതെ സപ്പോർട്ടില്ലാതെ ഒറ്റയ്ക്ക് ഒരാൾ ഇത്രയും ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു വലിയൊരു അതിശയമായിരുന്നു. കാലഘട്ടങ്ങൾ എത്രയോ വർഷം കഴിഞ്ഞു എങ്കിലും ആ ഒരു പ്രോഗ്രാം എനിക്ക് വേണ്ടി ഇപ്പൊ കാണിക്കാൻ പ്ലീസ് ഈ ഓഡിയൻസിന് വേണ്ടി എൻ്റെ ഒരു ആഗ്രഹം അത് ഒരു പ്രാവശ്യം കാണിക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ജയറാം ഒരു ഡാൻസ് ചെയ്യൂ. ഏയ് അതില്ല, എന്നൊരു പാട്ട് പാടും. ഓക്കെ അത് ഇത് ചെയ്യും. പാട്ട് പാടും. എന്നാ ഞാൻ പാടാം. ഓക്കെ. വളരെ നാളായി അവതരിപ്പിച്ചിട്ട് ഒരു ഇംഗ്ലീഷ് ചിത്രത്തിന്റെ ട്രെയിലർ. Metro Gordon Graves presents Commandos, the Commandos, the Commandos. Run on! Come on, come on, come on. Stop here, stop here, stop. What you want, to want, to want. It's me fixing with colors, but I'm holding me. That's not my bad face. It's me cross my corner, my small me. It's moving for colors, right? It's me corner, my little bit cross about the shore. Something is happening, something is happening. The most spectacular fun you can find. You can't start fighting someone with the short axe. You know what's for start fighting for the my chance of the with helicopter so starting. You can't start fighting for the my smells when it comes to 5, 4, 3, 2, 1, 0, 5. Suppose 5. Suppose 5 can't try to you must follow my own. Suppose 5 What's my face, darling? Speak fine, calling. Kiss me, darling. The Commandos. The Commandos. താങ്ക് യു പ്രസാദ്, താങ്ക് യു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 22 വർഷത്തിന് ശേഷവും ആ ഐറ്റത്തിന് ഇന്നൊരു പുതുമയുണ്ട്. താങ്ക് യു.